നമസ്കാരം ആർ പി. കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് വെള്ളാപ്പള്ളി നടേശനെ മാധ്യമങ്ങൾ, മലയാളത്തിലെ മുഖ്യധാര എന്ന് പറയപ്പെടുന്ന മാധ്യമങ്ങളെല്ലാം തന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ മറ്റ് വിദ്വേഷ പ്രസംഗങ്ങൾ ഒന്നും കാണാനും കേൾക്കാനും ഇവർക്ക് തയ്യാറാകുന്നുമില്ല. കണ്ണും കാതുമൊക്കെ മൂടിക്കെട്ടിയാണ് ഇരിക്കുന്നത്. അത്തരം നിരവധിയായിട്ടുള്ള പ്രസ്താവനകൾ കേരളത്തിൽ തന്നെ മുജാഹിദ് ബാലുശ്ശേരി, അതോടൊപ്പം തന്നെ ഇന്ത്യ തലത്തിൽ, ദേശീയ തലത്തിൽ തന്നെ നിരവധി ആൾക്കാർ, ഇപ്പോൾ വാരിഷ് പത്താൻ്റെ കാര്യത്തിൽ അത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് അവർ കാണുന്നില്ല? ഇതൊരു ഇരട്ടത്താപ്പല്ലേ? തീർച്ചയായിട്ടും ഈ ഇരട്ടത്താപ്പ് ഈ പറയുന്ന എല്ലാ വിഷയങ്ങളിലും ഉണ്ട് എന്നുള്ളത് നമുക്കും നിങ്ങൾക്കും എനിക്കും ഒക്കെ അറിയാവുന്ന കാര്യമാണ്. കേരളത്തിൽ മാത്രമല്ല, അഖിലേന്ത്യാ തലത്തിലും ഇത് തന്നെയുണ്ട്. ഇപ്പം വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് ഈ കഴിഞ്ഞ ദിവസവും അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഒരു മതവിശ്വാസത്തിനെതിരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിനെതിരെയോ ഒന്നും സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സൈഡാണ് പറഞ്ഞത്, മലപ്പുറത്തെക്കുറിച്ചാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിശ്വാസത്തെ മോശമാക്കിയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ മറുവശത്ത് അങ്ങനെയല്ല, പലപ്പോഴും മതവിശ്വാസങ്ങളെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു സമൂഹം എന്ന നിലയിൽ ഹിന്ദുക്കളെ ടാർഗറ്റ് ചെയ്ത് തന്നെ പറയുന്നുണ്ട്. ഇപ്പം അക്ബറുദ്ദീൻ ഒവൈസി, അസാസുദ്ദീൻ ഒവൈസിയുടെ യങ്ങർ ബ്രദർ, അയാൾ 2012 തൊട്ട് പറയുന്നുണ്ട്. അയാൾ ഇന്നും സ്വതന്ത്രമായിട്ട് ഇവിടെ ഈ രാജ്യത്ത് ജീവിക്കുന്നുണ്ട്. അയാൾക്കെതിരെയുള്ള കേസ് പോലും തള്ളിപ്പോയി. അയാൾ പറഞ്ഞു, എനിക്ക് 1 മണിക്കൂർ സമയം തന്നാൽ മതി, പോലീസും പട്ടാളവും മാറി നിന്ന് കഴിഞ്ഞാൽ ഞാൻ കൈകാര്യം ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നതിൽ, ഇതെല്ലാം വാർത്തയാക്കുന്നതിൽ, വാർത്തകളിലെ അനാലിസിസ് കൊണ്ടുവരുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയൊരു ഇരട്ടത്താപ്പുണ്ട്. ആ ഇരട്ടത്താപ്പ് ഭീകരമായ അവസ്ഥയിലാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളി ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, അദ്ദേഹം പറഞ്ഞതിനോട് യോജിക്കാം വിയോജിക്കാം, അദ്ദേഹത്തിൻ്റെ ഭാഷയോടെ ശൈലിയോടെ യോജിക്കാം വിയോജിക്കാം, അത് വേറെ കാര്യം. പക്ഷേ അദ്ദേഹം മതവിശ്വാസത്തെയോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ രണ്ട് കൂട്ടർ തമ്മിൽ ഒരു വർഗീയ സംഘർഷം ഉണ്ടാക്കുന്ന തരത്തിലൊന്നും അല്ല പറഞ്ഞത്. പുള്ളി കൃത്യമായ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് നടത്തിയത്. അത് നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം. അത് മാത്രമല്ല, അതിൽ ചില ഫാക്റ്റുകൾ ഇല്ലേ എന്ന് നമുക്ക് തീർച്ചയായിട്ടും മലപ്പുറത്ത് ഇന്നേ വരെ തുഞ്ചത്ത് രാമാനുജൻ നേതൃത്വത്തിന്റെ ഒരു പ്രതിമ കൃത്യമായി സ്ഥാപിക്കാനായിട്ട് ഇത് തന്നെയാണ്. ഇപ്പം നിങ്ങൾ ഇപ്പം കേരളത്തിൽ തന്നെ താങ്കൾ ഇപ്പോൾ പറഞ്ഞു, വെള്ളാപ്പള്ളിയെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നു. വെള്ളാപ്പള്ളിയെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ മറ്റു തരത്തിലുണ്ടായിട്ടുള്ള ഇവിടുത്തെ സമാന സംഭവങ്ങൾ അല്ലെങ്കിൽ അതിനേക്കാൾ രൂക്ഷമായ, തികച്ചും പ്രകടമായ മതവിദ്വേഷം ജനിപ്പിക്കുന്ന മുദ്രാവാക്യങ്ങളും പ്രസംഗങ്ങളോടെ എടുത്ത നിലപാട് എന്താണ്? വളരെ തണുത്ത നിലപാടാണ്, വളരെ നിശബ്ദമായ നിലപാടാണ്. ഇപ്പോൾ SDPIയുടെ അതൊരു തീവ്രവാദി സംഘടനയാണ്, ഈ PFI എന്ന് പറയുന്നത്. അവരുടെ സമ്മേളനത്തിലും അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള SDPIയുടെ സമ്മേളനത്തിലുമൊക്കെ പലതും പറയാറുണ്ട്. മുസ്ലിം ലീഗിൻ്റെ പ്രകടനത്തിൽ അമ്പലനടയിൽ സന്ധ്യയ്ക്ക് കെട്ടിത്തൂക്കി കത്തിക്കുമെന്നൊക്കെ പറഞ്ഞ് പ്രസംഗം നടത്തിയത് നമുക്കെല്ലാവർക്കും അറിയാം. അല്ല, മുദ്രാവാക്യം വിളിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ആ കേസ് എന്തായി? അവലും മലരും കുന്തിരിക്കുമൊക്കെ തയ്യാറാക്കി വെച്ചോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു കൊച്ചുകുട്ടിയെ കൊണ്ട് മുദ്രാവാക്യം വിളിച്ചു, എല്ലാവരും ഏറ്റുവിളിച്ചു. ആ കേസ് എവിടെ വരെയായി? ഒന്നും ആയിട്ടില്ല. ഇതാരെങ്കിലും മാധ്യമങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ടോ കേരളത്തിൽ? ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞ മുജാഹിദ് ബാലുശ്ശേരിയുടെ കാര്യം പറഞ്ഞു. അതുപോലെ നിരവധി കേസുകളുണ്ട്. മറ്റേ സ്കൂളിലെ പാഠ്യപദ്ധതിയിൽ പോലും ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തിന്? വളരെ സൗമ്യമോഹം സഹന സ്വഭാവമുള്ള ആളെന്നൊക്കെ പലരും പറയുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പോലും ഒരു ചോദ്യത്തിൻ്റെ മുമ്പിൽ പതറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. മുസ്ലിം ഭരണത്തെക്കുറിച്ച്. അപ്പോൾ ഇവിടെ എങ്ങനെയൊക്കെ ഇതിനെ അവർക്ക് അനുകൂലമായിട്ട് കൊണ്ടുവരാം. പക്ഷേ ഞങ്ങൾ ചെയ്യാനുള്ളത് ഞങ്ങളിങ്ങനെ തന്നെ ചെയ്യും. ഓർമ്മയുണ്ടോയെന്ന് അറിഞ്ഞൂടെ, 2013 ഒരു ഷഫീഖുർ റഹ്മാൻ ബർക്ക് എന്നും പറഞ്ഞൊരു MP ഉണ്ടായിരുന്നു. BSPയുടെ MP ആണ്. അപ്പോൾ ഈ 2014 രാജ്യത്തിൻ്റെ രാഷ്ട്രീയം മാറിയ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ ഈ ബർക്ക് എന്ന് പറയുന്ന വളരെ വൃദ്ധനായ ഒരു MP ആണ്. അയാൾ വർഷങ്ങളോളം MP ആയിരുന്നു. വന്ദേമാതരം ചൊല്ലിയപ്പോൾ, ലോക്സഭയിൽ വന്ദേമാതരം ചൊല്ലിയപ്പോൾ ഒറ്റയ്ക്ക് പുറംതിരിഞ്ഞിറങ്ങിപ്പോയ കാഴ്ച എല്ലാവരും TV കണ്ടതാണ്. എൻ്റെ മതവിശ്വാസത്തിന് പറ്റില്ല എന്ന് പറഞ്ഞു. അയാളൊരു ജനപ്രതിനിധിയാണ്. അയാൾ മുസ്ലിം വോട്ട് മാത്രം നേടി ജയിച്ച ആളല്ല. അയാൾ ലോക്സഭയിലാണ് ഇരിക്കുന്നത്. അയാൾക്ക് പാടാൻ വയ്യെങ്കിൽ പാടണ്ട, മിണ്ടാതെ നിൽക്കാമല്ലോ. അല്ല, ഇന്ന് ഈ അടുത്ത സമയത്ത് തന്നെ മൗലാന സാജിദ് റഷീദി എന്ന് പറയുന്ന ആള് വന്ദേമാതരം പാടുന്ന ആളിനെ ഷൂസൂരി അടിക്കണം, നിങ്ങൾക്ക് ആയുധം കിട്ടിയാൽ അവനെ കൊല്ലണമെന്നാണ് കൊല്ലണമെന്നാണ്. അപ്പം ഇതൊന്നും ആരും പറയുന്നില്ല. ഞാൻ ഇതിനകത്തെ വളരെ സീരിയസ് ആയ ഒരു ഭാഗത്തേക്ക് വരികയാണ്. ഷർജിൽ ഇമാമും മറ്റേ ഉമർ ഖാലിദും 2 പേർക്കും
ജാമ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞു. വേറെ 5 പേർക്ക് ജാമ്യം കൊടുത്തു കേട്ടോ. സുപ്രീം കോടതി അതേ ദിവസം ഈ കേസിലെ വേറെ 5 പേർക്ക് ജാമ്യം കൊടുത്തു. ഇവർക്ക് 2 പേർക്കും ജാമ്യം കിട്ടിയില്ല. ജാമ്യം കിട്ടിയില്ല എന്നും പറഞ്ഞ് JNUവിലെ വിദ്യാർത്ഥികൾ നടത്തിയ മുദ്രാവാക്യവും പ്രകടനവും നമ്മൾ കണ്ടതാണ്. അത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ വിദ്വേഷം മാത്രമല്ല, ഭീഷണിയും ഉണ്ട് അതിനകത്ത്. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ശവക്കല്ലറ ഞങ്ങൾ ഒരുക്കുമെന്നാണ് ഇവർ പറഞ്ഞു വെച്ചത്. അല്ലേ? എത്ര സൗമ്യമായിട്ടാണ് ഇത് മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തതെന്ന് നിങ്ങൾ ഇന്നത്തെയും പത്രങ്ങളും ചാനലുകളും ഒന്ന് കണ്ടു നോക്കുക. ഇന്നും മാതൃഭൂമി പത്രത്തിലോ മറ്റോ ആണെന്ന് തോന്നുന്നു ഞാൻ കണ്ടത്. ആ കുട്ടികൾക്ക് അവർക്കെതിരെ കടുത്ത നടപടി എടുക്കുന്നു, അത് തെറ്റാണ് എന്നുള്ള രൂപത്തിൽ അല്ലെങ്കിൽ ആ ഒരു ധ്വനിയിലാണ് വാർത്ത വരുന്നത്. മനസ്സിലായില്ലേ? ആരെയാണ് അത്? ഈ ഇപ്പം 2 പേരുടെ ശവക്കല്ലറ ഒരുക്കുമെന്ന് പറഞ്ഞാൽ മാത്രമല്ല അതിൽ വിഷയം. ഇവരെ ആരെയാണ് അനുകൂലിക്കുന്നതെന്നുള്ളതാണ്. ഷർജിൽ ഇമാമിൻ്റെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഹരി കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. വളരെ കൃത്യമായി ആ മനുഷ്യൻ പറയുന്നത് 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ നമുക്ക് ആസാമിനെ ഭാരതത്തിൽ നിന്ന് കട്ട് ചെയ്യണം. നമ്മൾ മുസ്ലിങ്ങൾ വിചാരിച്ചാൽ അതൊക്കെ നടക്കും. നമുക്ക് ആവശ്യത്തിന് ആളുണ്ട്. നമുക്ക് ആസാമിനെ കട്ട് ചെയ്യണം, എങ്ങനെങ്കിലും ആസാമിനെ കട്ട് ചെയ്യണം. അസാമും ഭാരതവും 2 ആക്കണം. അവിടെ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ കാര്യം ചെയ്യാൻ. ഇതാണ് അയാൾ പറയുന്നത്. ഇത് വിദ്വേഷം മാത്രമല്ല, ഇത് യുദ്ധത്തിനുള്ള പ്രഖ്യാപനം കൂടാണ്. ഒരു സ്റ്റേറ്റിനെതിരെയുള്ള അവരുടെ ആദ്യം മുതലുള്ള കാര്യങ്ങൾ. ഇത് ഒരു കാര്യം മാത്രമാണ്. CAA സമരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത് ചെയ്തത്. CAA സമരം ട്രംപ് വരുമ്പോൾ ദില്ലി ഒരു യുദ്ധഭൂമിയാക്കി മാറ്റുക എന്നുള്ളത് ഇവരുടെ ആവശ്യമായിരുന്നു. ആ സമയത്ത് പ്രസിഡന്റ് ട്രംപ് ഇന്ത്യയിൽ സന്ദർശനം നടത്തുന്ന സമയമായിരുന്നു. ആ സമയത്ത് ദില്ലി ഒരു കലാപഭൂമിയാക്കി മാറ്റുക എന്നുള്ളത് ഇവരുടെ ഒരു അജണ്ടയായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇയാളും ഒമർ ഖാലിദും ഒക്കെ ശ്രമിച്ചത്. ഒമർ ഖാലിദ് അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുമുണ്ട്. അപ്പോൾ ഇവരെല്ലാം പറയുന്നത് ഇന്ത്യയുടെ ബർബാദി, ഭാരത് കി ബർബാദി എന്നാണ് പറയുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ അടങ്ങിയിരിക്കില്ല എന്നാണ് പറയുന്നത്. ഈ പറഞ്ഞ ആൾക്കാർക്കാണ് ജാമ്യം നിഷേധിച്ചത്. അത് UAPA പ്രകാരമാണ്. കോടതി എന്തുകൊണ്ടാണ് ജാമ്യം നിഷേധിച്ചതെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്ത് പ്രധാനമന്ത്രിയെയും ഹോം മിനിസ്റ്ററെയും ഇല്ലാതാക്കുമെന്ന് അല്ലെങ്കിൽ അവരുടെ ശവക്കല്ലറ ഉണ്ടാക്കുമെന്ന് പറയുന്നവർ ഏത് തരത്തിലാണ് അവരെ കൈകാര്യം ചെയ്യേണ്ടത്? സ്റ്റേറ്റ് കൃത്യമായി ഇത്തരം നടപടികൾക്ക് നീങ്ങിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത് നിലനിൽപ്പിൻ്റെ പ്രശ്നമായിട്ട് മാറും. പക്ഷെ മാധ്യമങ്ങളുടെ ഇടപാടിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ വീണ്ടും എടുത്ത് കാണിക്കുകയാണ്. ഇവരോട് വളരെ തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കേണ്ട ഒരു കാര്യമല്ല. ഇവർക്ക് എവിടെ നിന്നാണ് ഈ ഫണ്ടിങ്? ഇവർ തന്നെയാണല്ലോ മറ്റേ നക്സൽ ലീഡറെ കൊന്നപ്പോൾ അയാളെക്കുറിച്ച് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിരുന്നല്ലോ. അയാളെ എത്ര CRPF ജവാന്മാരെയാണ് കൊന്നത്, എത്ര ഓപ്പറേഷൻ ഭാരതത്തിനെതിരെ നടത്തിയാണ്, ഭാരതത്തിൽ ജീവിച്ചുകൊണ്ട്. അപ്പോൾ ഇയാളത് ചെയ്തതെന്ന് നമുക്കറിയാം. ആ മനുഷ്യനു വേണ്ടി ദില്ലി ഗേറ്റിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച അതേ ആൾക്കാരാണ് ഇന്നലെ JNUവിൽ ഇതും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ ചെയ്തത് രാജ്യദ്രോഹികൾ നമ്മുടെ രാജ്യത്തിനകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ ആ ഒരു സംശയമില്ല. ഈ രാജ്യം കഷ്ണങ്ങളായിട്ട് മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നവർ ഈ രാജ്യത്തുണ്ട്. അവരോട് ഹിന്ദു കൊലപാതകത്തെക്കുറിച്ച്, ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യയെക്കുറിച്ച് ചോദിച്ചാൽ അവർക്ക് മിണ്ടാട്ടമില്ല. പക്ഷേ അപ്പോൾ അവർ പറയുന്നത് നമുക്ക് ആദ്യം ഭാരതത്തിലെ സംസാരിക്കുന്നു. അങ്ങനെ ഭാരതത്തിലെ മാത്രം സംസാരിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് അവർ പഹൽഗാമിനെ കുറിച്ച് പറയുന്നില്ല? എന്തുകൊണ്ടാണ് അവർ ഇത്തരം കാര്യങ്ങളിൽ മാത്രം പറയുന്നത്? ഇനി വിദേശകാര്യമാണെങ്കിൽ ഞങ്ങൾ ബംഗ്ലാദേശിനെ കുറിച്ച് മിണ്ടത്തില്ല, ബംഗ്ലാദേശ് വിദേശമാണ്, നമ്മൾ ഇന്ത്യയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഒന്നീ പെഹൽഗാം പറയണം, അല്ലെങ്കിൽ ഇവർ ഗസയിലെ പറയാതിരിക്കണം. ഗസ വിദേശത്താണ്. അപ്പോൾ എല്ലാത്തിലും ഡബിൾ സ്റ്റാൻഡേർഡാണ്. ഞാൻ ചൂണ്ടിക്കാണിച്ചത്, പ്രേക്ഷകരുടെ മുമ്പിലും ചൂണ്ടിക്കാണിക്കുന്നത്, ഇത് ഈ രീതിയിലാക്കി ഇവിടെ ഹിന്ദുത്വ ഫോഴ്സസ് മാത്രമാണ് വിദ്വേഷ പ്രസംഗം നടത്തുന്നത് എന്ന് വരുത്തി തീർക്കാനും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ ഭീഷണി നേരിടുന്നു എന്ന് വരുത്തി തീർക്കാനും വലിയ ഗൂഢാലോചനയുണ്ട്. ഞാൻ അതിൻ്റെ ഒരു കാരണം പറയാം. ഇന്ത്യ ഹെയ്റ്റ് ലാബ് എന്നും പറഞ്ഞ് ഒരു സംഭവമുണ്ട്, റിസർച്ച് ഓർഗനൈസേഷൻ. പെഹൽഗാം അറ്റാക്ക് കഴിഞ്ഞപ്പോൾ അവരെന്താ ചെയ്തതെന്നറിയാം? അവരൊരു പഠനം നടത്തിയിട്ട് 10 ദിവസങ്ങൾക്കിടയിൽ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെയുള്ളത് ഇസ്ലാമിനെതിരെയാണെന്ന് വെച്ചോളൂ. ഈ 10 ദിവസങ്ങൾക്കിടയിൽ 64 സ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾക്കെതിരെ സ്പീച്ച് ഉണ്ടായി, പ്രസംഗം ഉണ്ടായി, ആക്രമണമല്ല, പ്രസംഗം ഉണ്ടായി എന്നുള്ളത് ഇവർ കൃത്യമായിട്ട് ഇവരത് ക്രോണിക്കിൾ ചെയ്തിട്ട് ഇവർ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കെല്ലാം അയച്ചു കൊടുത്തു.
അതായത് പകരം ആക്രമണം ഒരിടത്ത് പോലും ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് തീർച്ചയായിട്ടും വെറും ഒരു ഭീകരാക്രമണമായിരുന്നില്ല പഹൽഗാം. അത് കൃത്യമായിട്ട് ഹിന്ദുക്കളെ, മുസ്ലിം അല്ലാത്തവരെ നോക്കി തന്നെ ചെയ്താണ്. മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കൂട്ടക്കൊലപാതകമായിരുന്നു. പക്ഷെ ആ കൂട്ടക്കൊലപാതകത്തെക്കുറിച്ചല്ല അവർ പറയുന്നത്. അവർ പറയുന്നത് അതിനുശേഷമുള്ള 10 ദിവസങ്ങളിൽ ഇസ്ലാമിനെതിരായിട്ട് ഇവിടെ ഭീഷണിയുടെ സ്വരത്തിൽ പ്രസംഗങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇതെല്ലാം അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കും അയച്ചു കൊടുത്തു. ന്യൂയോർക്ക് ടൈംസ്, BBC, അതേപോലെ അൽ ജസീറ, ഈ ചാനലുകളെല്ലാം ഇവരുടെ ഈ റിപ്പോർട്ട് കൈകാര്യം ചെയ്തു. ഇന്ത്യയിൽ ഹിന്ദു എന്ന് പറയുന്ന പത്രം അവർ കൈകാര്യം ചെയ്തു. അതുപോലെ വേറെ ചെറിയ മറ്റു മാധ്യമങ്ങൾ. പക്ഷേ പ്രധാനപ്പെട്ട ഈ മാധ്യമങ്ങളെല്ലാം ഈ ഇന്ത്യ ഹെയ്റ്റ് ലാബ് എന്ന് പറയുന്നവരുടെ ഈ റിപ്പോർട്ട് കൈകാര്യം ചെയ്തു. ഇതെന്തിനാണെന്നറിയോ? ഇത് വെറുതെ ഉണ്ടാക്കുന്നതല്ല, ഇത് വെറും പ്രൊപ്പഗൻഡ അല്ല. ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ പ്രശ്നമാണ് അവർ നേരിടുന്നതെന്ന് വരാനും, ഇന്ത്യയിൽ വലിയ തോതിൽ അവർ ഭീഷണി നേരിടുന്നെന്നും അന്താരാഷ്ട്ര തലത്തിൽ ഒരു ചർച്ചയല്ല, ഒരു ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതൊരു കൃത്യമായ ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് പല മാധ്യമങ്ങളും മാറുന്നതുകൊണ്ടാണ് ഈ ഇരട്ടത്താപ്പ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സത്യത്തിൽ ഇതൊരു അന്താരാഷ്ട്ര ഫണ്ടിങ് ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് പോലും സംശയിക്കപ്പെടും. ഫണ്ടിങ് ഇല്ലാതെ ഇത്തരം കാര്യങ്ങൾ ആരാ ചെയ്യുക? ഇത്തരം കാര്യങ്ങൾ ഒരു രാജ്യത്ത് ജീവിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ബർബാദി ആവശ്യം, ഈ രാജ്യം നശിച്ചു കാണണം, ഈ രാജ്യം കഷ്ണങ്ങളാക്കി മാറ്റണം എന്നൊക്കെ ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഈ പിള്ളേരെ, ഈ JNUവിലെ മുദ്രാവാക്യം വിളിക്കുന്ന പിള്ളേർക്കൊക്കെ പൈസ കിട്ടുന്നതെന്ന് ഞാൻ പറയില്ല. കാരണം അവരൊക്കെ വളരെ ചെറുപ്പമാണ്. അവരെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാനും ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അതിനൊരു കൃത്യമായ മാർഗമുണ്ട്. അവർ വളരെ പെട്ടെന്ന് തന്നെ സെൻസിറ്റീവാണ്. ആൾക്കാർ പെട്ടെന്ന് ഈ പ്രൊപ്പഗാൻഡായി വീണു. പക്ഷേ ഈ പ്രൊപ്പഗാൻഡ ഉണ്ടാക്കുന്ന ആരാണ്? ആ പ്രൊപ്പഗാൻഡ ആരാണ് നടപ്പാക്കുന്നത്? ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിൽ ഇത്തരം വിധ്വംസക പ്രവർത്തനങ്ങൾ, ഇത്തരം ആൻറ്റി നാഷണൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആരാണ്? ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അന്വേഷിക്കും. തീർച്ചയായിട്ടും. ഇതിനോട് ചേർത്ത് പറയേണ്ട മറ്റൊരു വസ്തുത എനിക്ക് തോന്നുന്നത്, ഈ മൗലാന നദ്വി എന്നും പറഞ്ഞുകൊണ്ട് ഉത്തർപ്രദേശിലെ റാംപൂരിലെ MP പാർലമെന്റിൽ തന്നെ ജിഹാദിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പൺ കോൾ, ഞങ്ങൾ ജിഹാദ് നടത്താൻ തയ്യാറാകും എന്ന തരത്തിൽ തന്നെ. മാത്രമല്ലല്ലോ, നമ്മുടെ വയോധികനായ നമ്മുടെ മാധ്യമപ്രവർത്തകൻ, സീനിയർ മാധ്യമപ്രവർത്തകൻ അബ്ദുള്ള പറഞ്ഞില്ലേ? അദ്ദേഹം ഓപ്പണായിട്ട് TV-യിൽ ഇരുന്ന് പറഞ്ഞില്ലേ? ഏത് സമയം എനിക്കറിഞ്ഞൂടാ. ഓരോരുത്തർ ഓരോന്ന് മാറ്റി. പട്ടാളവും പോലീസും ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അവരെ ഒന്ന് മാറ്റി നിർത്തി നോക്കുക. ഞങ്ങൾ 20 കോടി മതി, നിങ്ങളുടെ 80 കോടിയോ അല്ലെങ്കിൽ 100 കോടിയോ നേരിടാനെന്നാണ് അദ്ദേഹം പച്ചയ്ക്ക് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാവരുടെയും മനസ്സിലുണ്ടെന്നേ. അപ്പോൾ പട്ടാളത്തിൻ്റെ, അപ്പോൾ ഈ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മതേതര രാജ്യമാണ്. ഈ മതേതര രാജ്യമായിട്ട് നിലനിൽക്കുന്ന ഇവിടെ ഹിന്ദു ഭൂരിപക്ഷം ഉള്ളത് കൊണ്ടാണ്. ഇത് അംഗീകരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഈ ഭൂരിപക്ഷ ജനത ഇവിടെ ജീവിക്കുന്നത് പട്ടാളവും പോലീസിൻ്റെയും സംരക്ഷണയിലാണെന്നാണോ ഇവർ പറയുന്നത്? ഇതാരും എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? ഇത് ഒരു ന്യൂനപക്ഷ സംരക്ഷണത്തിന്റെ ഒക്കെ ഭാഗം. ന്യൂനപക്ഷമില്ല ഇതിലെ. ക്രിസ്ത്യാനികൾ എവിടെ ഉള്ളത്? ബംഗ്ലാദേശിലായാലും പാകിസ്ഥാനിലായാലും ക്രിസ്ത്യാനികൾക്ക് വല്ല രക്ഷയുണ്ടോ? ഇപ്പോൾ പ്രവാചക നിന്ന ആരോപിച്ചാണല്ലോ ബംഗ്ലാദേശിലെ പയ്യനെ, ഏറ്റവും മൃഗീയമായ, മൃഗത്തെ പറയാൻ പാടില്ല, കാരണം മൃഗങ്ങൾ പോലും ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല, അങ്ങനെ അയാളെ അടിച്ചു വന്നേ. പാകിസ്ഥാനിൽ സമാനമായ ഒരു സംഭവം 1 വർഷം മുമ്പ് നടന്നു. ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി, 18-19 വയസ്സുണ്ടെന്ന് തോന്നുന്നു, അവളുടെ കയ്യിൽ നിന്ന് ഖുറാൻ്റെ കീറിയ പേജുകൾ കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് ആ പെങ്കൊച്ചിനെ ജീവനോടെ കല്ലെറിഞ്ഞു കൊന്നില്ലേ? ഇന്നലെ ബംഗ്ലാദേശിൽ, ഇന്നലെയല്ല മെനങ്ങാന്ന്, ബംഗ്ലാദേശിൽ ഒരു ഹിന്ദു സ്ത്രീയെ മുടി അതികവിഞ്ഞ അപമാനം എന്താണ്? അപ്പോൾ ഇതൊന്നും അപലപിക്കാതെ വളരെ കൃത്യമായി ഹിന്ദുത്വ ശക്തികൾക്കെതിരെ, ഇന്ത്യക്കെതിരെ, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ കാര്യങ്ങൾ സുഗമമല്ല, ഇന്ത്യയിൽ വലിയ പ്രശ്നങ്ങളുണ്ട്, ഇന്ത്യയിൽ അടിച്ചമർത്തൽ നേരിടുന്നു എന്ന് ലോകത്തെ ഇവർക്ക് ബോധ്യപ്പെടുത്തണം. ആ ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിൻ്റെ പിന്നിൽ ഒരു ലോങ് ടേം അജണ്ടയുണ്ട്. അത് നമ്മളിപ്പം മനസ്സിലാക്കുകയും ഇതിനെതിരെ ശക്തമായിട്ട് സർക്കാർ നടപടിയെടുക്കുകയും ചെയ്തില്ലെങ്കിൽ ഇതൊരു വലിയ പ്രശ്നമായിട്ട് മാറും. ഷർജിൽ ഇമാമും ഒമർ ഖാലിദും ഒക്കെ ഈ രോഗലക്ഷണങ്ങൾ മാത്രമാണ്. യഥാർത്ഥ രോഗം അതിൻ്റെ പിന്നിലുണ്ട്. അത് സർക്കാർ മനസ്സിലാക്കുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും. നമസ്തേ.